ഇവിടെ എന്തിനാ വന്നിട്ടുള്ളത് നമ്മള് എന്താ പറഞ്ഞ ഗെയിം കളിക്കാം. ഇതിൽ നമുക്ക് ഒരു പൂട്ടുണ്ട്, ചെയറുണ്ട്, ചുറ്റികയുണ്ട്, USB കേബിൾ ഉണ്ട്, കത്തിയുണ്ട്. സോ ഗെയിം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇത് ഓരോരുത്തരും ഈ പ്രോപ്പർട്ടീസ് എടുക്കണം, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പിയുടെ അടുത്ത് തുടങ്ങാം. ഇപ്പൊ പരിഷ്കാരമാണ് USB. ഓക്കെ, USB. താങ്ക് യു. ഇതിന്റെ വെയിറ്റ് ഒന്ന് കുറച്ചുണ്ട്. ആദ്യമേ വന്നപ്പോ എടുത്തതാണ് കറുത്ത. എനിക്ക് തോന്നിയാണ് ഒറിജിനൽ ആണ് നോക്കാൻ വേണ്ടി അടുത്തേക്ക് അത് എടുത്തുട്ടാ അവസാനം. ഓക്കെ, ഇത് ഒരു വെറൈറ്റി പ്രപ്പോസൽ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഈ ചുറ്റിക ഞാൻ തന്നു, ഒരു എക്സാമ്പിൾ പറയണം. ഓക്കെ, ചുറ്റികയോട് ഉപമിച്ച് ആ പ്രണയം പറയണം. അയ്യോ, നമ്മുടെ അടുത്ത് അങ്ങനെയും പറയുവാണെങ്കിൽ. ഓക്കെ, ഇത് വെച്ച് ഞാൻ ഉപമിച്ച് അല്ല ലവ് പറയണോ? ഇതും വെച്ച് ഞാൻ എന്തോ പറയാനാണ്. സോ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് സ്റ്റെപ്പിയുടെ അടുത്ത് തുടങ്ങാം. സൂര്യ കണ്ടോ? എന്താ ഇത് കണ്ടോ? കണ്ടു. ഇതെനിക്കിപ്പൊ പെട്ടെന്ന് കിട്ടിയൊരു ഐറ്റം ആണ് എന്റെ കയ്യില്. ഇത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ അത് തുടങ്ങണോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് കൈ കിട്ടിയോടെ മുതൽ എനിക്ക് സൂര്യയുടെ കഴുത്തിൽ ഇതിരണമെന്ന് വലിയ ആഗ്രഹമാണ്. കഴുത്തിലിട്ട് മുറുക്കാനാണോ? അല്ല, സൂര്യല്ലേ പണ്ട് എന്നോട് ചോദിച്ചുള്ളത്, എന്റെ സ്നേഹം എന്താ നീ മുഖത്ത് നോക്കി പറയാത്തത്, അല്ലെങ്കിൽ എന്താ അങ്ങനെ നീ എപ്പോഴും ഇങ്ങനെ ഞാൻ പറയുന്നതിനൊന്നും ഉത്തരം പറയാത്തതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അത് പറയണോന്നുള്ളൊരു മൊമെന്റ് വന്നിട്ടുള്ളത്. ഞാൻ പറയട്ടെ. അപ്പൊ I love you, Sundri. Thank you. ഓക്കെ, അത് നമ്മളെ പൂക്കൾ കൊണ്ടുള്ള മാല, പുല്ല് കൊണ്ടുള്ള മാല, അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മാല അത് എങ്ങനെ സാധിച്ചു? എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് കൈ കിട്ടിയപ്പോഴേ സൂര്യാണ് ഓർമ്മ. അതായത് നമ്മുടെ ലവ് ഇതുപോലെ ചാർജ് ചെയ്യിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അതിനാണ് ഈ കേബിൾ. നമ്മുടെ സൂര്യ എങ്ങനെ ഭാവനയുടെ അടുത്ത് ഈ ചുറ്റിക വെച്ച് പ്രണയം വർണ്ണിക്കും എന്നുള്ളത് എനിക്ക് അറിയണം. എനിക്ക് ഈ ചിറ്റിക കണ്ടത് മുതൽ എനിക്ക് എന്റെ ഭാവനയെ ഏൽപ്പിക്കണമെന്നാണ് തോന്നിയത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രണയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ജീവിതത്തിന്റെ ആ ബന്ധം, അത് അടിച്ചടിച്ചടിച്ചുറപ്പിക്കാനായിട്ട് ഈ ചിറ്റിക ഞാൻ നിന്നെ ഏൽപ്പിക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രമല്ലല്ലോ. അല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ഉറപ്പിന്റെ പ്രതീകമാണ്. ഇത് നീ എന്നും കാത്തു സൂക്ഷിക്കും. ഇത് താഴെ വീണുടഞ്ഞാൽ നമ്മുടെ ജീവിതം ഉടഞ്ഞു പോകും. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഭാവന ടീമിന്റെ പെർഫോമൻസ് കണ്ടു. ഇനി നമ്മുടെ ആനന്ദരാഗം. നോക്ക്, ഈ കത്തി എത്രക്ക് ഷാർപ്പായിട്ടുണ്ടോ അത്രക്ക് ഷാർപ്പായിട്ട് സ്വീറ്റ് ആൻഡ് ഷോർട്ടാ ഞാൻ നല്ല പറയാം. നമ്മളുടെ റിലേഷൻഷിപ്പ് എപ്പോ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണം. പിരിഞ്ഞാലേ ഞാൻ എന്താ ചെയ്യാറിയോ? ഈ സ്വത്ത് വെച്ച് നിന്നെ കട്ടാക്കും. അതിന് ഇതാണ് സാക്ഷ്യം. അങ്ങനെ ഭദ്രമ വെച്ചോ. അങ്ങനെ റിലേഷൻഷിപ്പ് അങ്ങനെ ഭദ്രമ വെച്ചിക്കണം. ഐ ലവ് യു. രൂപേഷ്, നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്താണ്? ഓക്കെ, ഇവിടെ പൂട്ടിയിട്ട് വരും, ഞങ്ങൾ പോട്ടെ. ദർശന, ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. അത് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ സണ്ണി പൂട്ടിയിട്ടതുപോലെ എന്നെ പൊട്ടിട്ടോ? അങ്ങനെയൊന്നുമില്ല. നിന്റെ ഹൃദയം ഞാൻ എന്റെ ഈ പൂട്ടും താക്കോലും വെച്ചങ്ങ് പൂട്ടിയിടട്ടെ. വേണ്ട, അങ്ങനെ പൂട്ടിയിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഞാൻ എന്റെ താക്കോലുണ്ടല്ലോ, ഞാനത് അപ്പൊ തുറന്നു മാറ്റി ഇട്ടോട്ടെ. ഭാവന ടീമിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് നമ്മുടെ സൂര്യയോ? ആനന്ദരാഗത്തിൽ ആരാണ് നന്നായി പെർഫോം ചെയ്തത്?